നമസ്കാരം. ഇന്നെന്താ പരിപാടി എന്നറിയോ? ഇന്നേ ആൾക്കാർ ചോദിച്ചാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം മീൻ ഇടുന്ന വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ ചേട്ടൻ്റെ അവിടെ പറമ്പിൽ നിറയെ ഓറഞ്ച് ഇതൊക്കെയാണെന്ന് തോന്നുന്നു, പഴുത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട. ഓറഞ്ചല്ല പഴുത്ത് കിടക്കണേ, ചെറുനാരങ്ങയാണ്. പറമ്പ് നിറച്ച് ചെറുനാരങ്ങ അതുണ്ട, നിറയെ ചെറുനാരങ്ങ ഉണ്ടായി കിടക്കുന്നത്. നമ്മുടെ പുറകിലൊക്കെ നിൽക്കണുണ്ടല്ലേ, നിറയെ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ചെറുനാരങ്ങ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചല്ല, നമ്മുടെ നാട്ടിലെ മുസമ്പില്ലേ, മുസമ്പി ഉണ്ട്. ഓറഞ്ചില്ല, ഓറഞ്ച് ഞാൻ പുതിയ തൈ മേടിച്ച് നട്ടേക്കണം. ഈ കൊല്ലം അത് ഒന്ന് വേര് പിടിച്ച് വന്നിട്ടുള്ളൂ, അടുത്ത കൊല്ലമൊക്കെ ആവും അത് ഓറഞ്ച് ആവാൻ വേണ്ടി. അപ്പം അതുണ്ട്, ഓറഞ്ച് പുതിയ നട്ടിട്ടുണ്ട്, പ്ലംസ് നട്ടിട്ടുണ്ട്, ആപ്പിൾ നട്ടിട്ടുണ്ട്. ഇതിൽ ആപ്പിൾ ഉണ്ടായിരുന്നു, കരിഞ്ഞു പോയി. ആപ്പിൾ ഉണ്ടായിരുന്നു, ചെടി കരിഞ്ഞു. ഈ കൊല്ലം മേടിച്ച് നടണം. ആപ്പിളുണ്ട്, പിന്നെ പ്ലംസ്, സബർജില്ല് ഉണ്ടായിരുന്നത്, സബർജില്ല് ചീത്തയായി. അതൊക്കെ ഒന്ന് രണ്ടെണ്ണം പുതിയ മേടിച്ച് നടണം. മുന്തിരിയുടെ കാര്യം ശരിയാക്കണം. അതൊക്കെയാണ്. അപ്പം അത് ചോദിച്ചവർക്ക് വേണ്ടി അപ്പം ഇന്നത്തെ എന്തൊക്കെ ഫ്രൂട്ട് ഉണ്ട്, പച്ചക്കറി എല്ലാം തീർന്നു. അപ്പം അത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കുഞ്ഞു വീഡിയോ കേട്ടോ, ചെറുതായിട്ട്. ഞാനിത് ഇവിടെ നമ്മുടെ ഇതൊക്കെ മുസമ്പിയൊക്കെ ഉണ്ടാക്കി കിടക്കണേ, ഞാൻ കാണിച്ചു തരാം. നല്ല മുസമ്പി ഉണ്ടാക്കി കിടപ്പുണ്ട്. പറമ്പ് നിറയെ ചെറുനാരങ്ങ 10-18 ചെടിയുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. 18 അതിൻ്റെ ചെടിയുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാത്തരം ചെറുനാരങ്ങ നിറയെ അടിപൊളിയായിട്ട് മഞ്ഞ കളർ ചെറുനാരങ്ങ ഉണ്ടാക്കി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതൊക്കെ അത് കാണാം. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. ഈ കൊല്ലത്ത് നമ്മുടെ പച്ചക്കറികളും കാര്യങ്ങളെല്ലാം ഫുള്ള് തീർന്നിട്ട് ഇനി ബാക്കിയുള്ളതുണ്ടോ, നിറയെ ചെറുനാരങ്ങ മാത്രം ഇങ്ങനെ നിറയെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഉണ്ടോ, ചവറ് പോലെ ഉണ്ടായിട്ടുണ്ട്, ചവറ് പോലെ. അതുപോലെ തന്നെ ഇതേണ്ട ഓറഞ്ചല്ല, മുസമ്പി നമ്മുടെ ഇഷ്ടം പോലെ മുസമ്പി ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. ഇവിടെ ഒരായിട്ട് തന്നെ ഓറഞ്ച് മുസമ്പി ഉണ്ടായി കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഓറഞ്ചല്ല, ചെറുനാരങ്ങ. ഓറഞ്ച് നമ്മൾ പുതിയ തൈകൾ വെച്ചിട്ടേ ഉള്ളൂ, തൈകളുണ്ടായി തന്നെ ഉള്ളൂ. ബാക്കി ഇപ്പോഴത്തേക്കുണ്ടോ കംപ്ലീറ്റ് എല്ലാ നമ്മുടെ ഹേസിൽ നട്ട്സ് നിന്നില്ലേ, ഹേസിൽ നട്ട്സിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ഇല എല്ലാം കൊഴിഞ്ഞ്, ഫ്രൂട്ട് ട്രീയുടെ എല്ലാത്തിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഉണ്ടോ, എല്ലാത്തിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് കംപ്ലീറ്റ് പോയി. അവിടെ അപ്പുറത്തെ പ്ലംസിൻ്റെ എല്ലാത്തിൻ്റെ ഇല കൊഴിഞ്ഞു. ഇനി ബാക്കി നോക്കിനി ഇതുണ്ടോ, ചെറുനാരങ്ങ പറമ്പ് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതേ ഇവിടെ ചെറുനാരങ്ങ, പുറകിക്കോടെ അവിടെ നിൽക്കണേ അതിൻ്റെ അകത്തയുടെ ചെറുനാരങ്ങ, ഇവിടെ നിൽക്കണതിൻ്റെ അകത്തെ ചെറുനാരങ്ങ കൊടുത്താലും ഒക്കെ ഒന്നും കിട്ടാനൊന്നുമില്ല. അപ്പം ആരും വാങ്ങിക്കണമെന്നില്ല, കാരണം എല്ലാവരുടെയും തന്നെ വീട്ടിൽ കൂടെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ ചെറുനാരങ്ങയുണ്ട്. അപ്പോൾ അതിൻ്റെ ആർക്കും തന്നെ ചെറുനാരങ്ങ വേണ്ട. ഇതാണ് മൊത്തം പറമ്പിൽ മൊത്തം ഒരു മഞ്ഞ കളറായിട്ട് പറമ്പ് നിറയെ ചെറുനാരങ്ങയായിട്ട് നിൽക്കുന്നത്. ഇവിടെയൊക്കെ നിറയെ ഫുള്ള് ചെറുനാരങ്ങ, ഫുള്ള് എവിടെ നിന്നിട്ടതേ നിങ്ങൾ പോന്നിട്ടുണ്ടെങ്കിൽ വേണ്ട, ഇവിടെയൊക്കെ ചെറുനാരങ്ങ. ഇവിടെ ഒന്നും ഇലയില്ലാണ്ട ചെറുനാരങ്ങ ഉണ്ടാക്കി കിടക്കണം നിറയെ. നമ്മുടെ പച്ചക്കറി ഇട്ടായിരുന്ന സ്ഥലത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു മീൻ ഉണങ്ങണതിൻ്റെ, ഉണക്കമീൻ ഉണ്ടാക്കണതിൻ്റെ അതിൻ്റെ തട്ടടിച്ച് വെച്ചേക്കണതുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ക്ലിയറായി. ഇതെല്ലാം നമ്മൾ പച്ചക്കറി ഇട്ടിരുന്ന ബോട്ടിലുകളും പ്ലാസ്റ്റിക് ബക്കറ്റുകളൊക്കെ അതിൻ്റെ അകത്തായിട്ട് ഇപ്പോൾ എല്ലാം നിന്ന് അതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് ഇനി മല്ലിയിലയും ഒക്കെ ഇട്ടേക്കണതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. എല്ലാം മല്ലിയില എല്ലാം ഇട്ടേക്കണ മാത്രമേ ഉള്ളൂ. അത് ഇത്തിരി സ്ഥലത്തേക്കടെ വിൻ്ററിലേക്ക്, ഇപ്പോൾ വിൻ്ററിലുണ്ടാവുമെന്ന് പറഞ്ഞു മല്ലിയിലയൊക്കെ. അപ്പം അതിന് വേണ്ടി മല്ലിയിലയൊക്കെ ഇട്ടേക്കണ കുറച്ച്, അതോടെ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ചെറുനാരങ്ങയുടെ വിശേഷങ്ങൾ. ഇതുണ്ടോ ചെറുനാരങ്ങ, ഇതേ നിറയെ ചെറുനാരങ്ങ മാത്രമേ ഉള്ളൂ ഇനി. ബാക്കി ആ കുറച്ച് ഓറഞ്ചോടെ ഉള്ളൂ. ബാക്കിയെല്ലാം കണ്ട
ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഓറഞ്ചിൻ്റെ തൈ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ നിൽക്കണാണ് ഓറഞ്ചിൻ്റെ ഈ തൈ നിൽക്കണാണ്. ഇതാണ് ഓറഞ്ചിൻ്റെ തൈ. ബാക്കിയെല്ലാം ഇതേ ചെറുനാരങ്ങ, ഇതെല്ലാം ചെറുനാരങ്ങ. നമ്മുടെ മറ്റേ പെർസിമോൺ ഉണ്ടായിരുന്നില്ലേ, പെർസിമോൺ തീർന്നു, എല്ലാം തീർന്നു. ഇനി നിൽക്കണ ഈ ഓറഞ്ചും ചെറുനാരങ്ങ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചവരുടെ വീഡിയോസ് കേട്ടോ. വേറെ എല്ലാം പറഞ്ഞ കണക്ക് അടുത്ത ദിവസം എന്തെങ്കിലും വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ വിൻ്ററായി, ഭയങ്കര തണുപ്പായിരുന്നേ, എല്ലാം ഭയങ്കര കാറ്റൊക്കെ, അതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാൻ കുഴപ്പം. പിന്നെ ഈ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. കൊറോണ ആയതുകൊണ്ട് പോകണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നാലും ആ അവധി കാണണം, 2 ആഴ്ചത്തേക്ക് അവധിയാണ്, 2-3 ആഴ്ചത്തേക്ക് അവധിയുണ്ട്, 18 ദിവസം അവധിയുണ്ട്. അപ്പം ആ ഗ്യാപ്പിൽ മൊത്തം ജോലിയെല്ലാം അവധിയാണ്. ആ ഗ്യാപ്പിൽ എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോയാൽ കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ബാക്കി നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കണ്ടും ഒക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. നോക്കട്ടെ, കാരണം കഴിഞ്ഞ നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം കാര്യമായിട്ട് ഒരിടത്തേക്കും തന്നെ കറങ്ങാനൊന്നും പോയിട്ടില്ലല്ലോ. ഒരിടത്തേക്കും പോയിട്ടില്ല. ജോർജിയയിലെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും വീഡിയോ ഇടണമല്ലാണ്ട് വിശേഷങ്ങളുടെ ഇതൊന്നും ഇട്ടിട്ടില്ല. അപ്പം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പോയി ഈ തവണ അത് പോയി കാണുമോ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു വില്ലേജിൽ പോയി കുറച്ച് ദിവസം 1-2 ദിവസം നിൽക്കാൻ പാകത്തിന് പോവുകയൊക്കെ ചെയ്യാം കേട്ടാ. അപ്പം എല്ലാം പറഞ്ഞ കണക്ക് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പം അതുവരത്തേക്ക് ബൈ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.